മന്ത്രി വീണ ജോർജിനെതിരായ പ്രതിഷേധത്തിൽ യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി അറസ്റ്റിൽ. ജിതിൻ ജി നയനാനെ വീട്ടിലെത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നാലെ പോലീസിനെ തടഞ്ഞ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. പോലീസ് ബസിന്റെ ചില്ല് തകർത്തു എന്നാണ് കേസ്. നന്ദുഷ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നന്ദുഷ, കഴിഞ്ഞ 3 ദിവസങ്ങളായി സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട് വീണ ജോർജിനെതിരെ. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇത് എന്തിന്റെ പശ്ചാത്തലത്തിലാണ്? അമൃത, കോട്ടയം മെഡിക്കൽ കോളേജ് അപകടവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസവും അതിന് മുൻപത്തെ ദിവസമൊക്കെ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ പത്തനംതിട്ട ജില്ലയിൽ വിവിധയിടങ്ങളിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വല്ലനയിലെ ഹെൽത്ത് സെന്ററിൽ നടത്തിയ പ്രതിഷേധത്തിലാണ് യൂത്ത് കോൺഗ്രസ് ആറന്മുള മണ്ഡലം പ്രസിഡന്റ് ഏദൻ ജോർജ് അവിടുത്തെ ശിലാഫലകം അടിച്ചു തകർത്ത ഒരു സംഭവം ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് ഏദൻ ജോർജിനെതിരെ പോലീസ് കേസ് ചാർജ് ചെയ്തിരുന്നു. പൊതുമുതൽ നശിപ്പിച്ച വകുപ്പുകൾ ഉൾപ്പെടെ ഇട്ടാണ് ഈ കേസ് ചാർജ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഏദൻ ജോർജിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വീട്ടിൽ കയറി കുട്ടികളുടെയും സ്ത്രീകളുടെയും ഒക്കെ മുന്നിൽ നിന്നും വലിച്ചിറക്കിക്കൊണ്ട് വിലങ്ങണിയിച്ചു കൊണ്ടുപോവുകയായിരുന്നുവെന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞത്. ഏദൻ ജോർജിനെ മെഡിക്കൽ എടുക്കാനായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് പോലീസ് വാഹനം വളഞ്ഞുകൊണ്ട് പ്രതിഷേധിച്ചത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. വളരെ വലിയ ഒരു സംഘം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയാണ് ഏദൻ ജോർജുമായി പോകാനിരുന്ന പോലീസ് വാഹനം തടഞ്ഞിട്ടത്. അതോടെ പത്തനംതിട്ട സ്റ്റേഷനിൽ നിന്നും കൂടുതൽ പോലീസുകാരും പത്തനംതിട്ട ഡിവൈഎസ്പിയും സ്ഥലത്തെത്തിയാണ് ഈ പ്രശ്നം രമ്യമായി പരിഹരിച്ചത്. ഏതായാലും അല്പസമയത്തെങ്കിലും പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ പ്രവർത്തനം തന്നെ നിശ്ചലമാകുന്ന തരത്തിലേക്ക് ആ പ്രതിഷേധം മാറി എന്ന് പറയാം. കൂടുതൽ ജില്ലയിലെ പല ഭാഗത്തു നിന്നുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിക്ക് മുമ്പിൽ തടിച്ചുകൂടിയത്. ഏതായാലും നിലവിൽ ആ പ്രതിഷേധം രമ്യമായി പരിഹരിച്ചിട്ടുണ്ട്. പ്രവർത്തകരെ പോലീസ് എത്തി പിരിച്ചുവിട്ടിട്ടുണ്ട്. അമൃത. ശരി, നന്ദുഷയാണ് വിവരങ്ങൾ നൽകിയത്.